ക്രിമിനൽ കേസിൽ പ്രതികളായ വിദ്യാർത്ഥികൾക്ക് പ്രവേശന വിലക്ക് ഏർപ്പെടുത്താൻ കേരള സർവകലാശാല. ബിരുദ പ്രവേശനം നേടുന്ന വിദ്യാർത്ഥികൾ ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ടിട്ടില്ല എന്ന് സത്യവാങ്മൂലം നൽകണം. സത്യവാങ്മൂലം ലംഘിച്ചാൽ പ്രവേശനം റദ്ദാക്കാൻ പ്രിൻസിപ്പലിന് അധികാരം നൽകാനും VC മോഹനൻ കുന്നുമ്മലിന്റെ അധ്യക്ഷതയിൽ ചേർന്ന സിൻഡിക്കേറ്റ് ഉപസമിതി തീരുമാനിച്ചു. ക്രിമിനൽ കേസുകളിൽ പ്രതികളായാൽ ഇനി കേരള സർവകലാശാലയിൽ പഠിക്കാനാകില്ല. പ്രവേശനത്തിന് മുമ്പ് തന്നെ വിദ്യാർത്ഥികൾ കേസുകളില്ല എന്ന് സത്യവാങ്മൂലം നൽകണം. കോളേജുകളിൽ നിന്ന് ഡീബാർ ചെയ്തിട്ടുണ്ടോ, സ്ത്രീകൾക്കെതിരെയുള്ള അക്രമ കേസുകളിലോ ക്രിമിനൽ കേസുകളിലോ ശിക്ഷിക്കപ്പെട്ടവരാണോ, പരീക്ഷാ തിരിമറി നടത്തി ശിക്ഷിക്കപ്പെട്ടവരാണോ എന്നതടക്കമുള്ള കാര്യങ്ങൾ സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കണം. പ്രവേശനം നേടിയ ശേഷം സത്യവാങ്മൂലം ലംഘിച്ചാൽ വിദ്യാർത്ഥികളുടെ പ്രവേശനം പ്രിൻസിപ്പൽമാർക്ക് റദ്ദാക്കാം. കോളേജ് കൗൺസിലിന് ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കാം. കേരള സർവകലാശാലയ്ക്ക് കീഴിലുള്ള എല്ലാ കോളേജുകൾക്കും കോഴ്സുകൾക്കും ഈ നിബന്ധന ബാധകമാണ്. VC ഡോക്ടർ മോഹനൻ കുന്നുമ്മലിന്റെ അധ്യക്ഷതയിൽ ചേർന്ന സിൻഡിക്കേറ്റ് ഉപസമിതിയുടേതാണ് തീരുമാനം. യോഗത്തിൽ ഇടതംഗങ്ങൾ തീരുമാനത്തെ എതിർത്തില്ല. വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങളിൽ പങ്കെടുത്ത് ക്രിമിനൽ കേസിൽപ്പെട്ടാലും നിയമം ബാധകമായേക്കും. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ ഒരു വിദ്യാർത്ഥിയുടെ പ്രവേശനം തടഞ്ഞതുമായി ബന്ധപ്പെട്ട കേസിൽ കോടതിയിൽ മറുപടി നൽകാനാണ് തീരുമാനമെടുത്തതെന്നാണ് ഇടതംഗങ്ങളുടെ വിശദീകരണം. ഉമേഷ് ബാലകൃഷ്ണൻ, 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.